അപ്പം അച്ഛനിപ്പം കട തുറക്കുന്നത് 2:45 3 മണിയാകുമ്പോഴാണ് ചായ റെഡിയാകും. പിന്നെ നമ്മൾ ദൂരെ നിന്നുള്ള ആൾക്കാരാണ്. കരുണ മെഡിക്കൽ കോളേജ് അവിടെ നിന്നൊക്കെ 3 മണിയാകുമ്പോൾ തുറന്നു. അപ്പോൾ പാലൊക്കെ ഇത്രയും നേരത്തെ പാല് ഇഡലിയൊക്കെ എത്ര മണിക്കാവുന്നു ഇവിടെ? ഇഡലി 8 മണിയാവില്ലേ? കാല് ചായയൊക്കെ നമ്മൾ 7 മണിയാകുമ്പോൾ 3 മണിയാകുമ്പോൾ തന്നെ റെഡി ആവുന്നുണ്ട്. ആ 11 മണി എന്ന് പറയുമ്പോൾ ബസ് സർവീസുകാർക്കൊക്കെ കൊടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ബസ്, KSRTCക്കൊക്കെ കൊടുക്കും. കുടിക്കാം. പിന്നെ നിങ്ങൾ കുമ്പളങ്ങ ഇറച്ചിയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ? 2 മീൻ വയ്ക്കും. ആ 2 മീനും വെച്ച് ചോറും 60 രൂപ. മീൻ വറുത്തതാണോ കൊടുക്കുന്നത്? 2 മീനും ചോറും മറ്റേ ബസ്സുകാർക്ക് വളരെ റീസണബിൾ ആണല്ലോ. ഇതെന്താ കുമ്പളങ്ങ? എല്ലാം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു മിനിറ്റ്, എല്ലാം വിറകടുപ്പിലാണല്ലോ പാചകം ചെയ്യുന്നത്. എല്ലാത്തിനും. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് പാചകം എന്ന് വെച്ചാൽ എന്തൊക്കെ ചായ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നന്നായിട്ടുണ്ട് ചായ കേട്ടോ. അല്ല അച്ഛൻ, എനിക്കല്ല അച്ഛന് ശരി. രണ്ടുപേരുടെയും കുഴപ്പമില്ല, അമ്മയുടെയും പലഹാരമൊക്കെ കുഴപ്പമില്ല. 11 മണി തൊട്ടിട്ട് എത്ര നേരം കഴിയണം ഉണ്ടാവും. 60 രൂപ ചാപ്പാണ്. വളരെ റീസണബിൾ ആണല്ലോ. മത്സ്യം ഉണ്ടല്ലോ. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായി വെച്ചിട്ടുണ്ട് നിങ്ങൾ. നല്ല തിളക്കമുണ്ട് മീൻ. ചില ഹോട്ടലിൽ തീരെ അങ്ങോട്ട് അത്രയും നന്നായിട്ട് പരിചയത്തിൻ്റെതാണല്ലോ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട്. നിങ്ങളിവിടെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? അതെ അതെ, ഹോട്ടലിൽ അങ്ങനെ. ശരി ശരി. അപ്പം ഇവിടെ ഉണ്ടാക്കുന്നതിന് വീട്ടിലൊക്കെ എല്ലാവരും കഴിക്കുന്നത് അല്ലേ? ശരി ശരി, മാത്രമേ കഴിക്കലുള്ളൂ. ശരി. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഉച്ചയോട് എല്ലാം അവസാനിപ്പിക്കില്ലേ? വൈകിട്ട് ചായ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ശരിക്കും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 7 മണിക്ക് അത് കഴിഞ്ഞ് പാത്രമൊക്കെ ക്ലീൻ ചെയ്താകുമ്പോഴത്തേനും ഒക്കെ ശരിക്കല്ലേ നല്ല പാണ്. മീൻ വേണ്ടാത്ത കസ്റ്റമേഴ്സിനാണെന്ന് ഓംലെറ്റും ചോറും കൂടെ കൊടുക്കുക. അല്ല, കഴിഞ്ഞൊരു തവണ വന്നപ്പോൾ ഇവിടെ ഓണത്തിന് പായസമൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടു. ഇല്ല, ഞാൻ ഇവിടെ പരസ്യം കണ്ടു, ഓണത്തിന് പായസം ഉണ്ട് എന്നുള്ള പരസ്യം കണ്ടു ഞാൻ. കഴിഞ്ഞതിന് മുമ്പിൽ പ്രാവശ്യം ഉണ്ടായിരുന്നു. എല്ലായിടത്തും 130-140 രൂപ വരുമ്പോൾ ഞങ്ങൾ 60 രൂപ 70 രൂപ വാങ്ങിക്കും പായസത്തിനല്ലേ. പായസത്തോടെ 10 രൂപ കറി ഉണ്ടാവും, പപ്പടം, പായസം, ചക്കര വെട്ടി, ഉപ്പേരി എല്ലാം. ഓണസദ്യ ഉണ്ടാവും അല്ലേ? അത് ഉത്രാടം ദിവസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓണം ആഘോഷിക്കൽ അത് ഇതിന്റെ ഭാഗം തന്നെ അല്ലേ? ഇതെല്ലാം ചെയ്യണം. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനോടൊപ്പം ഓണം ആഘോഷിക്കാതെ. ഞാൻ ഇവിടുന്ന് കുറെ ബസ്സുകൾ ഇവിടുന്ന് പാർസൽ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ദൂരെ നിന്നൊക്കെ ആളുകൾ മലപ്പുറം ആ സൈഡിൽ നിന്നൊക്കെ വരും. ഇപ്പോൾ കൊല്ലംകോട് ഏരിയയിലൊക്കെ നിറയെ ടൂറിസ്റ്റുകളുടെ ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. ഹോട്ടൽ അയ്യപ്പ അത് മാത്രമല്ല, കുടിലിടം ഉണ്ട്. പിന്നെ ചെല്ലപ്പേട്ടയുടെ ചായക്കട, അതൊക്കെ ധാരാളമായിട്ട് ആളുകൾ. പിന്നെ താമരപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഇതൊക്കെ കാണാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ പിന്നെ കുറേ ടൂറിസ്റ്റ് ഏരിയ അവിടെ ഉണ്ടല്ലോ. സീതാർകുണ്ട്, വെള്ളരിമേട്, പലകപ്പാണ്ടി, പിന്നെ സുക്രിയാല്, അതൊക്കെ ഉണ്ടല്ലോ. അപ്പം നിറയെ ആളുകൾ. ഇവിടെ കമ്പാലത്തറ ഡാം ഒന്ന് കാണാനുള്ളത് അല്ലേ? ഷൂട്ടിംഗ് ഒക്കെ എടുത്തത് കൊക്കക്കോള കമ്പനിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്താണോ? ഇപ്പോഴോ? അത് ഏത് സിനിമ ഒന്നും അറിയുന്നില്ല അല്ലേ? ഷൂട്ടിംഗ് അവിടെ ഉണ്ട്. 2 മാസം 3 മാസം കഴിയുന്നതാണ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കെട്ടാൻ. അപ്പോൾ കൊക്കക്കോള കമ്പനിയുടെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. അതൊരു കുറച്ച് സമയം കൂടെ എടുക്കും. അതല്ലേ? പിന്നെ ഇവിടെ ബാക്കിയുള്ളിടത്ത് ഈ 11 മണിക്ക് ഊണ് എവിടെയും റെഡി ആവില്ലല്ലോ. ഒരു കൊല്ലംകോടൊക്കെ. അതെ അതെ. അപ്പം അത്രയും നിങ്ങൾ വേഗം ഈ രാവിലത്തേതൊക്കെ കണ്ടു.
രസമായി. ഇനി മീൻ കറി മീൻ പറക്കാനും ഉള്ള പണി. അത് കഴിയുമ്പോൾ ആ ബസ്സുകാർ അവർ പാലക്കാടായിരിക്കും, ഹോട്ടൽ അല്ലെങ്കിൽ വേറെ എവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ ഫുഡ് മേടിച്ച് അങ്ങനെ പോകും, വിളിച്ചു പറയും. വിളിച്ച് പറഞ്ഞിട്ടൊക്കെ റെഡിയാക്കും. നമ്മൾ എടുത്തിട്ട് പോയി ഷൂട്ടിംഗുകാരുടെ മറ്റ് വർക്കേഴ്സിനുള്ള ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോകണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, അവർ വന്ന് വാങ്ങിക്കും. അവർ വന്ന് വാങ്ങിച്ചിട്ട് ആർക്കൊക്കെയാണെന്ന് അറിയില്ലല്ലോ. മക്കളുണ്ട്, അവർ ഈ ഒരു ജോബിന് മാത്രമായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളൊരു ആവറേജ് നിങ്ങൾക്ക് അധ്വാനിക്കേണ്ടത് അവര് കഷ്ടപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് ചായ തന്നോ, ഞങ്ങൾക്ക് ചോറ് തന്നോ കണ്ടില്ല. അല്ലാതെ അവരൊന്നും ഇതൊന്നും ചെയ്യില്ല. നമ്മളതിന് ഇതുവരെ എത്തിയിട്ടില്ല. 48 വർഷമായി ഈ കട തുടങ്ങിയിട്ടില്ലേ? കൊച്ചുങ്ങളായിരിക്കും തുടങ്ങിയ നേരെയാണ്. 20 ഉറുപ്പിക്ക് ഞാൻ ചോറ് കൊടുക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ 60 രൂപയിലെത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു അധ്വാനത്തിനും അല്ലേ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആളുകൾ ഈ ഒരു അധ്വാനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കൊണ്ടൊക്കെ ബസ്സുകാരും മറ്റു കസ്റ്റമേഴ്സൊക്കെ. 3 മക്കളുടെ കല്യാണം കഴിഞ്ഞ് 2 വീട്ടുകാർക്ക് കഴിഞ്ഞിട്ട് ഒരുമാതിരി കല്യാണം കഴിഞ്ഞു. ഈ സ്ഥലം വാങ്ങിച്ച് വീട് കയറ്റി 2 പേരും കഷ്ടപ്പാടിന് ഒരു വില ഉണ്ടല്ലോ. വലിയ ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊക്കെ കെട്ടുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തല്ലേ. നടക്കില്ല. അന്നത് ചെയ്തതുകൊണ്ട് ശരിയില്ലേ. ഇന്നിപ്പോൾ സ്ഥലത്തിനൊക്കെ നല്ല വിലയല്ലേ. നല്ല അല്ല, പുലർച്ചയ്ക്ക് എണിച്ച് 2:45 തൊട്ട് എണിച്ച് 7 മണി വരെ തുടർച്ചയായിട്ട് ഈ ജോബ് ചെയ്യണ്ടേ? അതും വിറകടുപ്പിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ കൊടുവായൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ചായയും ചൂടുവെള്ളമൊക്കെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണം. ഈ പുകയൊന്നും കൊള്ളാൻ വയ്യാണ്ട്. അങ്ങനെയില്ല. ഇവിടെ കൂടുതലല്ലേ.